ഇന്നൊക്കെ സ്കൂളിൽ പോയിട്ടൊന്ന് ഇരുന്നിട്ടുണ്ടോയെന്ന് ഉള്ളത് പോലും സംശയമാണ്. അത്ര തിരക്കായിരുന്നു. ഞങ്ങൾ പറയും സ്കൂളിൻ്റെ ഉള്ളിലാണ് കയറിയാൽ പിന്നെ വീടിനെ പറ്റിയും കുടുംബത്തിനെ പറ്റിയും മക്കളെ പറ്റിയൊന്നും ഒരു വിചാരമില്ല. അത്ര അതും ചിന്തിക്കാനുള്ള ടൈം കൂടി നമുക്ക് കിട്ടൂല. പമ്പരം കറങ്ങണ പോലെ കറങ്ങിയാലും കൂടി നമ്മളെല്ലാം ചെയ്യേണ്ട അവിടുത്തെ എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നപ്പോൾ നല്ല വിശപ്പുണ്ട്. ഞാനൊന്നും നോക്കിയില്ല, ബ്രെഡ് ഉണ്ടായിരുന്നു, വേഗം ബ്രെഡ് എടുത്ത് പൊരിച്ചു. മക്കൾക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, മക്കളൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എത്തിയപ്പോഴത്തേനും ഞാൻ വന്ന് എനിക്ക് എൻ്റെ വിശപ്പ് ആദ്യം അടക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. വേഗം ഒരു ചായയും വെച്ച് ബ്രെഡും 2 ബ്രെഡും പൊരിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ കിടക്കണം എന്ന് ഭയങ്കര തോന്നൽ കേട്ടോ. പക്ഷേ രാവിലെ ഒന്ന് സ്കൂളിൽ പോയപ്പോൾ എനിക്ക് പാത്രം കഴുകാൻ ടൈം കിട്ടിയിട്ടില്ല. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണികളുണ്ട്, അതൊക്കെ നയലിലിടും വേണം. കിടന്നാൽ പിന്നെ ഞാൻ ഈക്കൂല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ എന്നെ കിടക്കാൻ സമ്മതിച്ചില്ല. ഞാൻ 1 2 3 ഡൂ എന്നോട് തന്നെ ഞാൻ കമൻറ്റ് ചെയ്യും. ചില കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ്, പല ബുക്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് 2 സെക്കൻഡ് റൂൾ, 2 മിനിറ്റ് റൂൾ, 5 സെക്കൻഡ് റൂൾ ഒക്കെ. അതൊക്കെ ഞാൻ ലൈഫിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അപ്ലൈ ചെയ്തത് 3 സെക്കൻഡ് റൂളാണ്. 2 മിനിറ്റ് റൂളൊക്കെ വേറെയാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഇൻഷാല്ല വേറെ വീഡിയോയിൽ പറയേണ്ടത്. ഇതിൽ ഒന്നുമില്ല, 1 2 3 നമ്മൾ കൗണ്ട് ചെയ്യുക, എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ 1 2 3 എന്ന് കൗണ്ട് ചെയ്യുമ്പോഴും എനിക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. പാത്രം കഴുകാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ എന്നോട് തന്നെ കമൻറ്റ് ചെയ്യും 1 2 3 ഫാനിഷ ഇപ്പം തന്നെ അത് ചെയ്യുന്നു. ഞാൻ എന്നോട് സ്ട്രോങ് ആയിട്ട് എന്നോട് വേറൊരാൾ കമൻറ്റ് ചെയ്യണ പോലെ ഞാൻ പറയും. അപ്പം അങ്ങനെ ഇരുന്നില്ല കേട്ടോ, വേഗം വന്ന് കൗണ്ട് ചെയ്ത് ഞാൻ എൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നി, പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ കടക്കിനി കുറച്ച് നേരം ഡ്രസ്സ് കുറച്ച് കഴിഞ്ഞിട്ട് അയലിട്ടാൽ മതിയല്ലോ എന്ന്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കടന്നാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തില്ല, ഇതും കൂടി കഴിഞ്ഞാൽ ഫ്രീ ആകും എന്നെ തന്നെ പഠിപ്പിച്ച് വേഗം അടുക്കളയ്ക്ക് വൃത്തിയാക്കി ഡ്രസ്സൊക്കെ അയലിട്ടിട്ടുണ്ട്. അപ്പോഴത്തേനും ഒരു പൂച്ച ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഇവിടെ ഒരു പൂച്ച വന്ന് കൂടിയിട്ട് എപ്പോഴും വരും, എൻ്റെ കാലിൻ്റെ തൊട്ട് കൂടി ഉണ്ടാവും. എന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ ഉണ്ടോ നോക്കിയപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഫ്രിഡ്ജിൽ പൊരിച്ച് വെച്ച മീനുണ്ട്. പിറ്റേന്ന് എടുക്കാമെന്ന് വിചാരിച്ച ഫ്രിഡ്ജിൽ വെച്ചതാണ്. പക്ഷേ പിറ്റേന്നൊക്കെ ഓരോരോ എങ്ങോട്ടെങ്കിലും പോവേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വരുമ്പോൾ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയൊക്കെ കാരണം ആ മീനൊന്നും എടുക്കേണ്ടി വരാണ്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിലൊക്കെ കൂടുതൽ അങ്ങനെ വെച്ചാൽ എനിക്കത് എടുക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് പൂച്ചക്ക് കൊടുക്കാറ് വിചാരിച്ച് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പൂച്ച വന്നപ്പോൾ 2 കഷ്ണം എടുത്തിട്ടുണ്ട്. ബാക്കി നാളെ ഈ പൂച്ചക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് പൂച്ച, കോഴി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇപ്പം എനിക്കത് എന്തായിട്ടും എന്തോ സ്നേഹിക്കാൻ പേടിയാണ്. ഞാൻ കുറേ ഇഷ്ടപ്പെട്ട് വളർത്തിയ ഒരു ടർക്കി കോഴികളുണ്ടല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. അതിനന്ന് കുറേ മുമ്പ് പട്ടി കടിച്ചു കൊണ്ടുപോയി. അത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ആ ഒരു ഇടങ്ങേറിൽ നിന്ന് ഞാൻ പുറത്ത് വരാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അങ്ങനത്തിനോടൊന്നും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊടുക്കില്ല, അതിനൊന്നും കണ്ടില്ല എന്ന് വെച്ച് നടക്കില്ല. അല്ലെങ്കിലും ഇപ്പോൾ ഒന്നിനോടും ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാണ്ടാണ് ഞാൻ നടക്കാറുള്ളത്. ഇനി മണ്ണാർക്കാടൊന്ന് പോകണം, കുളിച്ചൊന്ന് ഫ്രഷ് ആവണം.